എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് മഹാഭാരത കഥനം ആരംഭിക്കാം. വേദവ്യാസൻ്റെ അന്തരംഗത്തിൽ ഉരുവം കൊണ്ടിട്ടുള്ള മഹാഭാരത കാവ്യം അത് ഉത്തമനായ ഒരാളെ കൊണ്ട് പകർത്തി എഴുതിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അങ്ങനെ ഒരാളെ കണ്ടെത്താൻ ആകാത്തതിനാൽ ഒരു നിവൃത്തിയില്ലാതെ അദ്ദേഹം അവസാനം ബ്രഹ്മദേവനെ സമീപിച്ചു. അദ്ദേഹത്തോട് ഉപദേശം ചോദിച്ചു. ബ്രഹ്മദേവൻ പറഞ്ഞു, സർവജ്ഞനും പണ്ഡിതനുമായ ശ്രീ ഗണേശന് മാത്രമേ അങ്ങയുടെ ഈ വലിയ കാവ്യം പകർത്തിയെഴുതാനാവൂ എന്നും ലോകം ഉള്ളിടത്തോളം കാലം, ഈ ഹിമവാനും ആഴികളും ഉള്ളിടത്തോളം കാലം ഇത് നിലനിൽക്കുമെന്നും അത്രമേൽ മഹത്തരമായിരിക്കുമെന്നും ലോകത്ത് ആർക്കും തന്നെ ഈ ഒരു കാവ്യത്തെ മറികടക്കാനാകില്ല എന്നും അദ്ദേഹം അനുഗ്രഹിച്ചു. ബ്രഹ്മോപദേശം അനുസരിച്ചിട്ട് ഗണപതിയെ സ്മരിച്ച വ്യാസ മഹർഷിക്ക് മുമ്പിൽ ഗണപതി പ്രത്യക്ഷനായി. തൻ്റെ ആവശ്യം പറഞ്ഞ വ്യാസനോട് ഭഗവാൻ ഒരേ ഒരു നിബന്ധനയെ വെച്ചിട്ടുള്ളൂ. അതായത് അനർഗളമായിട്ട് എഴുത്താണി വിശ്രമമില്ലാതെ ചലിപ്പിക്കാനായിട്ട്. അതായത് എഴുത്താണിക്ക് വിശ്രമമില്ലാതെ എഴുതണമെന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു, അനർഗളമായിട്ട് കാവ്യം പറഞ്ഞു തന്നാൽ മാത്രമാണ് എഴുതാൻ ഒക്കുകയുള്ളൂ എന്ന് ഭഗവാൻ പറഞ്ഞു. ഭഗവാന്റെ ആ ഒരു നിബന്ധന അംഗീകരിച്ചുകൊണ്ട് തന്നെ വ്യാസനും ഒരു കാര്യം ഭഗവാനോട് ആവശ്യപ്പെടുകയാണ്. അനർഗളമായിട്ട് പറയാം, പക്ഷേ നമ്മൾ പറഞ്ഞു തരുന്ന ഓരോ വരിയുടെയും അർത്ഥം പൂർണ്ണമായി മനസ്സിലാക്കാതെ അങ്ങ് എഴുതുകയും എഴുതാനും പാടുള്ളതല്ല എന്നൊരു നിബന്ധന അങ്ങോട്ടേക്കും പറഞ്ഞു. രണ്ടു കൂട്ടരും വെച്ചിട്ടുള്ള പരസ്പര നിബന്ധനകൾ അംഗീകരിച്ചുകൊണ്ട് എഴുത്താരംഭിച്ചു. ഏകദേശം 2 വർഷത്തോളം എടുത്തു ഇത് ഈ ഒരു വലിയ മഹാകാവ്യം പൂർത്തീകരണത്തിലേക്ക് എത്തിക്കാനായിട്ട്. സുമന്തൻ, ജൈമിനി, പൈലൻ, വൈശമ്പായനൻ എന്നീ പേരുകളിലുള്ള 4 ശിഷ്യന്മാരെയും സ്വന്തം പുത്രനായ ശുഗനെയും വ്യാസമഹർഷി ഈ മഹാകാവ്യം പഠിപ്പിച്ചു. ഈ 5 പേര് കൂടിയിട്ടാണ് മഹാകാവ്യം പഠിച്ച് ലോകമെമ്പാടും പ്രചരിപ്പിച്ചിട്ടുള്ളത്. ജനമേജയ രാജാവിൻ്റെ ക്ഷണപ്രകാരം സർപ്പസത്രത്തിൽ പങ്കെടുക്കാനായിട്ട് ശിഷ്യന്മാരോടൊപ്പം എത്തിയ വ്യാസമഹർഷിയോട് ജനമേജയ രാജാവ് ആവശ്യപ്പെടുന്നു, മഹാമുനെ, എൻ്റെ മുൻഗാമികൾ എന്തിനാണ് ഇത്രമേൽ ഘോരമായിട്ടുള്ള യുദ്ധത്തിലേർപ്പെട്ടത്? വെറും രാജ്യമോഹം മാത്രമായിരുന്നോ ഇതിൻ്റെ കാരണം? ആ ഒരു കഥ ഒന്ന് പൂർണ്ണമായിട്ട് എനിക്കൊന്ന് പറഞ്ഞു തരൂ എന്നാവശ്യപ്പെട്ടു. രാജാവിൻ്റെ ആവശ്യം കേട്ട മാത്രയിൽ വ്യാസമഹർഷി തൻ്റെ ശിഷ്യനായ വൈശമ്പായനോട് ഈ മഹാഭാരത കഥ ചൊല്ലിക്കൊടുക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഗുരുവിൻ്റെ അനുഗ്രഹത്തോടെ വൈശമ്പായനൻ തൻ്റെ ഗുരു പഠിപ്പിച്ചിട്ടുള്ള 1,00,000-ലധികം ശ്ലോകങ്ങളുള്ള ആ മഹാകാവ്യം പറയാൻ ആരംഭിച്ചു. ദേവമാതാവായ അതിഥിയുടെ പേരക്കിടാവ് മനുവിൽ നിന്നാണ് ഭരതവംശത്തിൻ്റെ വംശാവലി ചരിത്രം ആരംഭിക്കുന്നത്. ഭരതൻ്റെ വംശാവലി എന്ന് പറയുന്നത് വിഷ്ണുവിൽ തുടങ്ങി ബ്രഹ്മാവ്, ചന്ദ്രൻ, ബുധൻ, പുരുരവസ്, യയാതി, നഹുഷൻ മുതൽ പേരാണ്. ഇതിൽ യയാതിയുടെ പുത്രന്മാരായ പുരുവിൽ നിന്ന് പൗരവരും യദുവിൽ നിന്നും യാദവരും ഉണ്ടായി എന്നാണ് പറയുന്നത്. പുരുവിൻ്റെ 17ാം തലമുറക്കാരനായ ദുഷ്യന്തപുത്രനാണ് ഭരതൻ. ദുഷ്യന്തൻ്റെ കഥയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? എന്നാലും ഒരിക്കൽ കൂടി പോയി കേൾക്കാം നമുക്ക്. ഒരിക്കൽ നായാട്ടിന് പോകുന്നതിനിടയിൽ ദുഷ്യന്തൻ കണ്വാശ്രമത്തിൽ ചെന്നു. കണ്വമഹർഷിയെ സന്ദർശിക്കാനായിട്ടാണ് ചെന്നത്. അന്നേരം അവിടെ അദ്ദേഹം ഉണ്ടായിരുന്നില്ല. വിശ്വാമിത്ര മഹർഷിക്ക് മേനകയിൽ ജനിച്ച ശകുന്തള മാത്രമാണ് കണ്വാശ്രമത്തിലുണ്ടായിരുന്നത്. ശകുന്തള കണ്വമഹർഷിയുടെ വളർത്തുമകളാണ്. അതിസുന്ദരിയായ ശകുന്തളയെ കണ്ടു കഴിഞ്ഞപ്പോൾ ദുഷ്യന്തന് അവളൊരു മോഹം ഉദിച്ചു. വിവാഹം കഴിക്കണമെന്നായി. പല വിധത്തിലുള്ള വിവാഹവിധികൾ പണ്ട് ഉണ്ടായിരുന്നല്ലോ. ശകുന്തളയ്ക്ക് ജനിക്കുന്ന മകൻ അടുത്ത ചക്രവർത്തിയായിട്ട് വാഴിക്കാമെന്ന വാഗ്ദാനം കൊടുത്തുകൊണ്ട് ശകുന്തളയെ ഗാന്ധർവ വിധി പ്രകാരം ദുഷ്യന്തൻ വിവാഹം ചെയ്യുകയാണ് ഉണ്ടായത്. ദുഷ്യന്തൻ ആശ്രമം വിട്ടു പോയതിന് തൊട്ടു പിന്നാലെ തിരികെ ആശ്രമത്തിലെത്തിയ കണ്വമഹർഷി തൻ്റെ ജ്ഞാനദൃഷ്ടി കൊണ്ട് ആശ്രമത്തിൽ നടന്ന എല്ലാ സംഭവങ്ങളും മനസ്സിലാക്കി. അദ്ദേഹം യഥാർത്ഥത്തിൽ സന്തോഷിക്കുകയാണ് ഉണ്ടായത്. കൂടാതെ ശകുന്തളയ്ക്ക് പിറക്കാൻ പോകുന്ന മകൻ അവൻ ഈ ആഴി ചൂഴുന്ന ലോകം മുഴുവൻ വാഴുന്ന പ്രശസ്തനായിട്ടുള്ള ചക്രവർത്തിയായി തീരുമെന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. യഥാകാലം ശകുന്തള പ്രസവിച്ച തേജസ്വിയായിട്ടുള്ള മകനെ സർവ്വദമനൻ എന്ന് പേരിട്ട് കണ്വാശ്രമത്തിൽ വളർത്തി. സർവ്വദമനന് 7 വയസ്സായപ്പോൾ ഇനിയും കുമാരനെ ആശ്രമത്തിൽ നിർത്തിയാൽ കുമാരൻ്റെ ഭാവിയെ അത് ദോഷകരമായി ബാധിക്കും എന്നുള്ള തിരിച്ചറിവിൽ കണ്വൻ ശകുന്തളയെയും സർവ്വദമനെയും ദുഷ്യന്തന്റെ കൊട്ടാരത്തിലേക്ക് തൻ്റെ ശിഷ്യരോടൊത്ത് പറഞ്ഞയച്ചു. രാജാവിനെ മുഖം കാണിച്ച ശകുന്തളയെ
ദുഷ്യന്ത മഹാരാജാവ് തിരിച്ചറിഞ്ഞായിട്ട് ഭാവിച്ചില്ല. അങ്ങയുടെ സ്വന്തം പുത്രനായ സർവ്വധമനെ രാജാവായി വാഴിക്കാമെന്നുള്ള വാഗ്ദാനം പാലിക്കാൻ ആവശ്യപ്പെട്ട ശകുന്തളയോട് സന്യാസി വേഷം ധരിച്ച നിങ്ങൾക്ക് ഇങ്ങനെ എന്നോട് നുണ പറയാൻ നാണമില്ലേ എന്ന് പറഞ്ഞിട്ട് ശകുന്തളയെ ദുഷ്യന്തൻ ആക്ഷേപിക്കുകയും ചെയ്തു. നായാട്ടിന് പോകും വഴിക്ക് ആശ്രമത്തിൽ വന്നതും ഗാന്ധർവ വിധിപ്രകാരം വിവാഹം ചെയ്തതും ജനിക്കുന്ന മകനെ രാജ്യാവകാശി ആക്കാമെന്നുള്ള വാഗ്ദാനം ചെയ്തതും കൂടാതെ ചതുരംഗപ്പടയെ അയച്ച് കൊട്ടാരത്തിലേക്ക് വിളിപ്പിക്കാമെന്നുള്ള ആ ഒരു വാഗ്ദാനമൊക്കെ ദുഷ്യന്ത മഹാരാജാവിനെ ശകുന്തള ഓർമ്മിപ്പിച്ചു. പക്ഷേ ഇതൊന്നും രാജാവ് കേൾക്കാൻ കൂട്ടാക്കിയില്ല, അംഗീകരിക്കാൻ തയ്യാറായതുമില്ല. നേരെ മറിച്ച് തിരികെ മകനെയും കൂട്ടിയിട്ട് ആശ്രമത്തിലേക്ക് പോകാനാണ് ശകുന്തളയോട് ദുഷ്യന്ത മഹാരാജാവ് ആവശ്യപ്പെട്ടത്. ഇത് കേട്ടപ്പോഴുണ്ടായ സങ്കടത്താലും കോപത്താലും ശകുന്തള പറഞ്ഞു, ഞാൻ പോകാം. അങ്ങേ പോലുള്ള ഒരാളോടൊത്ത് ജീവിക്കുന്നതിന് ഭേദം അനാഥയായി ജീവിക്കുന്നതാണ്. എങ്കിലും അങ്ങ് ഒന്നോർത്തോളൂ, അങ്ങേക്ക് ശേഷം ഈ ഭൂതലം അടക്കി വാഴാൻ പോകുന്നത് എൻ്റെ ഈ മകനാണ്. അതിനെ തുടർന്ന് ശകുന്തള പറഞ്ഞതെല്ലാം സത്യമാണെന്ന് വെളിവാക്കുന്ന തരത്തിലുള്ള അശരീരവാക്യം മുഴങ്ങിക്കേട്ടു. ശേഷം ഇരുവരെയും, ശകുന്തളയെയും മകനെയും ദുഷ്യന്തൻ സ്വീകരിക്കുകയാണുണ്ടായത്. നമ്മുടെ പുത്രൻ ഭരതൻ എന്ന പേരിൽ പ്രസിദ്ധനായ ചക്രവർത്തിയായി തീരുമെന്നും നമ്മുടെ രാജ്യം ഭാരതം എന്ന പേരിൽ അറിയപ്പെടുമെന്നും ദുഷ്യന്തൻ ശകുന്തളയോട് പറഞ്ഞു. ജനമേജയ രാജാവ് ജനിച്ചിട്ടുള്ളതും ഈ ഭരതൻ്റെ വംശത്തിൽ തന്നെയാണ്. ഭരതന് ശേഷം ദേവസമന്മാരായിട്ടുള്ള നിരവധി രാജാക്കന്മാർ കുരുവംശത്തിൽ ജനിച്ചു. ഭരതന് ശേഷം രാജ്യഭാരമേറ്റ കുരു 13ാമത് രാജാവായ പ്രദീപൻ്റെ പുത്രനായി ശന്തനു മഹാരാജാവ് ജനിച്ചു. ഈ ശന്തനു മഹാരാജാവിന് ഗംഗാദേവിയിൽ പിറന്ന പുത്രനാണ് ദേവവ്രതൻ. ഈ ദേവവ്രതനാണ് പിന്നീട് ഭീഷ്മർ എന്ന പേരിൽ പ്രസിദ്ധനായി തീർന്നത്. ആ കഥ ഭീഷ്മരുടെ കഥ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. എന്തായാലും മഹാഭാരതത്തിൻ്റെ തുടക്കം സരളമായിട്ട് പറഞ്ഞോ? അത് പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. സരളമായിരുന്നോ, നിങ്ങൾക്കത് ആസ്വദിക്കാൻ പറ്റിയോ എന്നൊക്കെ. അത് എന്ത് തന്നെയായിരുന്നു നിങ്ങളുടെ ഒരു കമൻ്റായിട്ട് തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. ഒപ്പം നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും സബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നമസ്കാരം.